എല്ലാവർക്കും PSC ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സാണ്. നമ്മൾ ഓൾറെഡി ഒരു 10 കറണ്ട് അഫേഴ്സ് പഠിച്ചായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി ഗ്രീഷ്മ. എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തൻ. എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവാര? നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തൻ. കാണായ്മ എന്ന പുസ്തകം രചിച്ചത് PF മാത്യൂസ്. കാണായ്മ എന്ന പുസ്തകം രചിച്ചത് PF മാത്യൂസ്. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ അരുൺ B നായർ. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ അരുൺ B നായർ. പറയാതെ വയ്യ എന്ന പുസ്തകം രചിച്ചത് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ. പറയാതെ വയ്യ എന്ന പുസ്തകം രചിച്ചത് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ. ഇന്ദപ്നാണ്ടി എന്ന പുസ്തകം രചിച്ചത് MK രാജൻ. ഇന്ദപ്നാണ്ടി എന്ന പുസ്തകം രചിച്ചത് MK രാജൻ. അനാഹതം ഹൃദയതാളം അതേ ജീവന സംഗീതനാദം എന്ന ആശംസാ കവിത രചിച്ചത് ശ്രീകുമാരൻ തമ്പി. അനാഹതം ഹൃദയതാളം അതേ ജീവന സംഗീതനാദം എന്ന ആശംസാ കവിത രചിച്ചത് ശ്രീകുമാരൻ തമ്പി. കലാമണ്ഡലം ഗോപിയാശാൻ്റെ ഏറ്റവും പുതിയതായി പ്രകാശിതമായ കവിതാ സമാഹാരം മനോരഥം. കലാമണ്ഡലം ഗോപിയാശാൻ്റെ ഏറ്റവും പുതിയതായി പ്രകാശിതമായ കവിതാ സമാഹാരം ഏതാ? മനോരഥം. മുൻപേ ഇറക്കിയ കൃതികളാണ് അമ്മ എന്ന കവിതാ സമാഹാരം, ഓർമ്മയിലെ പച്ചകൾ എന്ന ആത്മകഥ, നളചരിത്ര പ്രഭാവം എന്ന പഠനകൃതി. ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷൻസ് എന്ന പുസ്തകം രചിച്ചത് മനുപ്പിള്ള. ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷൻസ് എന്ന പുസ്തകം രചിച്ചാരാ? മനുപ്പിള്ള. PJ ആൻ്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചിയിലാട്ടോ. PJ ആൻ്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചിയിൽ. മലയാള സിനിമയ്ക്ക് ആദ്യമായി ഭരത് അവാർഡ് സമ്മാനിച്ച മഹാനടനാണ് PJ ആൻ്റണി. 1973 രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലിന് അർഹമായ നിർമാല്യത്തിലെ വെളിച്ചപ്പാടിനാണ് ഭരത് അവാർഡ് ലഭിക്കുന്നത്. കുട്ടികളുടെ രാജ്യാന്തര ശുചിത്വ ഉച്ചകോടിയിൽ 1ാം സ്ഥാനം നേടിയത് കൊല്ലം. കുട്ടികളുടെ രാജ്യാന്തര ശുചിത്വ ഉച്ചകോടിയിൽ 1ാം സ്ഥാനം നേടിയത് കൊല്ലം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഇതുവരെ സമർപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം വായ്പാ വളർച്ചയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാട്ടോ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഇതുവരെ സമർപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം വായ്പാ വളർച്ചയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളം. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്നത് കൊല്ലത്താട്ടോ. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്നത് കൊല്ലത്ത്. സ്കൂൾ കലോത്സവം 2024. സ്കൂൾ കലോത്സവം 2024 വേദി തിരുവനന്തപുരം, ജേതാക്കൾ തൃശ്ശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്തത് ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരാട്ടോ. സ്കൂൾ കലോത്സവം 2024 വേദി തിരുവനന്തപുരം, ജേതാക്കൾ തൃശ്ശൂർ. മറന്നുപോലെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ. നെക്സ്റ്റ്, സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കൾ വയനാട്. 2ാം സ്ഥാനം തൃശ്ശൂർ, 3ാം സ്ഥാനം തിരുവനന്തപുരം, വേദി കൊല്ലം. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിന് ജേതാക്കളാരാ? വയനാടാണ്. 2ാം സ്ഥാനം കിട്ടിയത് തൃശ്ശൂരിന്, 3ാം സ്ഥാനം കിട്ടിയത് തിരുവനന്തപുരം, വേദി കൊല്ലം. കേരളത്തിൽ പ്രവാസികൾക്ക് മാത്രമായി വ്യവസായ പാർക്ക് തുടങ്ങുന്നത് കണ്ണൂരാട്ടോ. കിൻഫ്ര വ്യവസായ പാർക്കിലാണ്. കേരളത്തിൽ പ്രവാസികൾക്ക് മാത്രമായിട്ട് വ്യവസായ പാർക്ക് തുടങ്ങുന്നത് കണ്ണൂരാണ്. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭമാണ് ഇടം. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭമാണ് ഇടം. സംസ്ഥാനത്ത് 250 യൂണിറ്റിനുമേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാവുന്ന പുതിയ ബില്ലിംഗ് രീതി ടൈം ഓഫ് ഡേ ബില്ലിംഗ് TOD കേട്ടോ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 10% ചാർജ് കുറവും, വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ 25% അധിക ചാർജും ഈടാക്കുന്ന ബില്ലിംഗ് രീതിയാണ് TOD.
സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതിയാണ് TOD കേട്ടോ. പുതുവർഷത്തിൽ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ 3 പദ്ധതികൾ നടപ്പിലാക്കാൻ കേരള പോലീസ്. ഏതൊക്കെയാണ്? വാട്സപ്പ് ചാറ്റ് ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ്, ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാട്ടോ. കൺസൾട്ടൻസി കിഫ്ബിക്കാണ്. ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. സർക്കാരിൻ്റെ ജനസമ്പർക്കം മെച്ചപ്പെടുത്താൻ എൻ്റെ കേരളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നവീകരണം ഉൾപ്പെടെ പരിപാടികൾക്കായി പ്രത്യേക ടീം വരുന്നു. വികസന ക്ഷേമ പദ്ധതികളുടെ പ്രചാരണം, സമൂഹ മാധ്യമ പ്രചാരണ ശക്തിപ്പെടുത്തൽ എന്നിവയാണ് ലക്ഷ്യം. കിംഫി, നവകേരള മിഷൻ, റീബിൽഡ് കേരള എന്നിവയുടെ പ്രചാരണത്തിന് പ്രത്യേക ഊന്നൽ നൽകും. പണം കിംഫി വഴി നടപ്പാക്കുന്നതിനാൽ അത് ബജറ്റിൻ്റെ ഭാഗം ആകില്ല. തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതിയാണ് കതിരണി പദ്ധതി. എന്താ കതിരണി പദ്ധതി? തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതിയാണ് കതിരണി പദ്ധതി. കാർഷിക ജലസേചനത്തിന് സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് PM കുസും പദ്ധതി. എന്താണ് PM കുസും പദ്ധതി? കാർഷിക ജലസേചനത്തിന് സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് PM കുസും പദ്ധതി. വിദ്യാർത്ഥികളുടെ ഹാജർ, പഠന നിലവാരം, പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങിയവ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ആപ്ലിക്കേഷനാണ് സമ്പൂർണ്ണ പ്ലസ്. എന്താ സമ്പൂർണ്ണ പ്ലസ്? വിദ്യാർത്ഥികളുടെ ഹാജർ, പഠന നിലവാരം, പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങിയവ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ആപ്ലിക്കേഷനാണ് സമ്പൂർണ്ണ പ്ലസ്. സജ്ജമാക്കിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സാങ്കേതിക ഏജൻസിയായ കൈറ്റാട്ടോ. പ്രകാശനം ചെയ്തത് V ശിവൻകുട്ടി. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കാനും വാങ്ങാനുമായി ഇനി മുതൽ അപേക്ഷിക്കേണ്ട പോർട്ടലാണ് എൻ്റെ ഭൂമി. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കാനും വാങ്ങാനുമായി ഇനി മുതൽ അപേക്ഷിക്കേണ്ട പോർട്ടലാണ് എൻ്റെ ഭൂമി. ഭൂമിയുടെ വിൽപ്പന നടക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനിലേക്ക് പോക്കുവരവ് ചെയ്യുന്ന സംവിധാനവും നിലവിൽ വരും. ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും ആയി ഇനി മുതൽ അപേക്ഷിക്കേണ്ട പോർട്ടലാണ് എൻ്റെ ഭൂമി. ഇനി ഭൂമി വിൽക്കാൻ വേണ്ട സ്കെച്ചാണ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച്. ഇനി ഭൂമി വിൽക്കാൻ വേണ്ട സ്കെച്ച് ഏതാ? പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച്. ഭൂനികുതി അടച്ച രസീതുകളിൽ ഇനി മുതൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാസ്ക് രജിസ്റ്റർ അടിസ്ഥാനമാക്കി. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഡിജിറ്റൽ ബേസിക് ടാസ്ക് രജിസ്റ്റർ അടിസ്ഥാനമാക്കി. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയും കറണ്ട് അഫേഴ്സ് പഠിച്ചാൽ മതി. ഒത്തിരി ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പം ഇത്രയും പഠിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.